അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചപ്പാത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കാബേജ് മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിതിന് വേണ്ടിയിട്ട് 2 കപ്പ് കാബേജ് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കിഴുകി വെള്ളമൊക്കെ വാർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടി മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 2 കപ്പ് കാബേജിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ, പിന്നെ ഇതിൽ എരിവിനായിട്ട് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, സാധാ മുളക് പൊടി ആയാലും മതി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. എന്നിട്ട് ഈ മസാല ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കാബേജിൽ നനവുണ്ടെങ്കിൽ വെള്ളം പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള കാബേജ് ആയിരുന്നു, അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ടെടുക്കണം. ബോൾസ് ആക്കുന്നതിന് മുമ്പ് ഇതേപോലെ കയ്യിൽ എണ്ണ കുറച്ചാക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കയ്യിൽ ഒട്ടി പിടിക്കാണ്ട് വേഗത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാതും ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് ഫ്രീസറിൽ ഒരു 15-20 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ പൊരിക്കുമ്പോൾ പൊട്ടാണ്ട് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, 15 മിനിറ്റ് കഴിഞ്ഞെടുത്ത് ഇനി ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളെ എണ്ണ നല്ല പോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടുകൊണ്ട് വെക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ വെന്ത് കിട്ടും, ഉള്ളൊക്കെ നല്ല പോലെ വെന്തിട്ട് കിട്ടും. എന്നിട്ട് ബ്രൗൺ കളറായിട്ട് വേണം അത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കാബേജ് വടയൊക്കെ പോലെ എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി പച്ചമുളകും കായപ്പൊടിയൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കാബേജ് വട റെസിപ്പി തന്നെ ആവും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാതും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കാബേജ് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് കാബേജ് മഞ്ചൂരിയൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കുക. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയിലിട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. നേരത്തെ കാബേജിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ വഴറ്റിയിട്ടെടുക്കുക. ഇനി നമ്മൾ ഇതിലിടേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് വേണം. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞയും പച്ചയും ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് കളറായാലും മതി. ഇതൊന്ന് ലൈറ്റായിട്ട് ഒരു 1/2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ലൈറ്റായിട്ട് വഴറ്റിയാൽ മതി. എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം റെഡ് ചില്ലി സോസ് ചേർത്താലും മതി. ഞാനിപ്പോൾ റെഡ് ചില്ലി സോസ് ചേർക്കുന്നില്ല, അതിന് പകരമാണ് മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ വിനെഗർ, സുർക്കല്ലേ, അതൊരു 1 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ മസാലകളൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കരിഞ്ഞ് പോകാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി തിക്നെസ്സോട് കൂടിയിട്ട് കിട്ടാനും നല്ലതാണ്. ഞാൻ പിന്നെയും ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഒരു മസാല പോലെയെങ്കിലും വന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ വെള്ളം ചേർത്തെടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് കൊടുക്കുക. ഈ മസാലയ്ക്ക് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ ഇട്ട ഉപ്പൊക്കെ പാകത്തിനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കേബേജൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം വേവിക്കണം എന്നില്ല. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെയാണ് വേണ്ടത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി കാബേജ് മഞ്ചൂരിയൻ്റെ ആ സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സോയാ സോസ് എല്ലായിടത്തും ആവണ രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 1/2 മിനിറ്റോളം മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കാബേജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിനായാലും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാബേജ് മഞ്ചൂരിയൻ പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റേറിയൻ റെസിപ്പിയാണ് കേട്ടോ.
പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ടേബിളിൽ കളർഫുള്ളായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. ഇനി നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കളർഫുള്ളാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഗ്രേവിയാണിത്. ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.